ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്ത് അമ്മൽച്ച അബൂക്കറാണ് നബീസ്ഥാന മോന് ഞാൻ അബുദാബിയിലുള്ളത്. അമ്മൽച്ച എനിക്ക് നിങ്ങളോട് വിനയത്തോടു കൂടി പറയാനുള്ളത്, നിങ്ങളുടെ പേരും പെരുമയും നിങ്ങൾ അന്തസ്സിൽ ഇത്രയും കൊല്ലം അന്തസ്സിൽ ജീവിച്ചു, വളരെ അന്തസ്സിൽ മാന്യമായി ജീവിച്ച് അത് നിങ്ങൾ കാറ്റിൽ പറത്തല്ല അമ്മൽച്ച. വെറുതെ വടി കൊടുത്ത് അടി മാണിക്കണ്ട. ഇങ്ങനെ വിട്ട് നിങ്ങളെ ആരും കൊണ്ട് ഇങ്ങനെ പോയിക്കോ. നമുക്കില്ല, ആർക്കും ഇല്ലാത്ത വാദങ്ങൾ വെറുതെ അടിച്ച് ഇതാക്കണ്ട. പിന്നെ നിങ്ങൾ ചെയ്ത ഇബാദത്തെല്ലാം വെറുതെ ഇങ്ങനെ കാറ്റിൽ പറത്തല്ല മച്ച. ഇങ്ങനെ നമ്മളെ ഇപ്പം നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ ഇങ്ങനെ കൂടെ വെച്ച് പോകുന്നല്ലേ. നീ പല നാളും ഇതാക്കണ്ട ഒരു മാപ്പ് പറയാനോ ഒരു പൊരുത്തിപ്പിടിക്കാനോ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മ എന്താക്കാം അമ്മച്ച, നിങ്ങൾ നമുക്ക് അള്ളഹാനോട് തേടാൻ തന്നെ നമുക്ക് സമയമില്ല. എന്നിട്ട് നമ്മൾ ജിന്നും ചെയ്താനും പറഞ്ഞിട്ട് അതുകൊണ്ട് മമ്മച്ചില്ല. അത് പല ഫിത്തനക്കാർ ആൾക്കാർ നിങ്ങളെങ്ങനെ തിരിക്കുന്നുണ്ട്. നിങ്ങൾ അതിനൊന്നും അടിമപ്പെടാതെ നിങ്ങൾ എത്ര ബുദ്ധിമുട്ട് ഇങ്ങനെ നടന്നിട്ട് വരുന്നു ഈ ഭാഗത്തൊക്കെ അവിടെ അതെല്ലാം ഇങ്ങനെ പല ആൾക്ക് ബോധിപ്പിച്ച് കൊടുക്കേണ്ടിരുന്നു. അതുകൊണ്ട് നാളെ ആഹ്റത്തിലേക്ക് മുഫ്ലിസ് ആകാൻ പാടില്ലമോ. നാളെ ആഹ്റത്തിലെത്തുമ്പോൾ ഞാനും നിങ്ങളും മുഫ്ലിസ് ആകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്താക്കുക, അതെല്ലാം ഒഴിവാക്കാൻ മച്ചാ. എന്തിങ്ങനെ വടി കൊടുത്ത് അടിമാണിക്കുന്നു. ചെറിയ പുള്ളന്മാർക്ക് വരെ നിങ്ങളിപ്പോൾ ബലയില്ലാണ്ടായി, വിലയും ബലയില്ലാണ്ടായി പോയി. അസ്സാം വലൈക്കും വർക്കാത്ത്. അസ്സാം വലൈക്കും. അബൂർ സാഹിബേ, എന്താ പിന്നെ വിശേഷം? സുഖം തന്നെയല്ലേ? നിങ്ങളിപ്പോൾ എന്നെ ഉപദേശിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. അൽഹംദുലില്ലാ. എൻ്റെ ഗുണകാംക്ഷയായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇതിൽ 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല വേറെയും വീഡിയോ ധാരാളക്കണക്കിനുണ്ട്. കാരണം ഞാൻ തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളിപ്പം തെറ്റാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ അതെനിക്കറിയില്ല. അതുകൊണ്ട് ഇത് നിങ്ങളിപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്, ഇത് ശരിയാണോ തെറ്റാണോ, അതെനിക്കൊന്ന് വിശദീകരണം തന്നാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിൽ വല്ല അബദ്ധം സംഭവിച്ചു പോയോ നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നാൽ ഇൻഷാ അള്ളാ നമുക്കെന്താണ് പിന്നെ അങ്ങോട്ട് വേണ്ടതെന്ന് ആലോചിക്കാം. ആട്ടെ, ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഞാൻ നിങ്ങളെ ഇങ്ങനെ അയച്ചത് വീഡിയോ കാണാൻ നിൽക്കുന്നുമില്ല, കേൾക്കാൻ നിൽക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഹൈറോട് മാത്രം പറഞ്ഞതുള്ളൂ. നമുക്കൊന്നും പ്രാർത്ഥിക്കാനില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തോട്ട് നമുക്ക് റബ്ബിനോട് മാത്രം ദ്വാരിച്ചാൽ പിന്നെ നമുക്ക് ആരും വിളിക്കാനുമില്ല, പറയാനുമില്ല, ചോദിക്കാനുമില്ല. എല്ലാം നമ്മൾ റബ്ബിനോട് മാത്രമേ പറയുള്ളൂ. ഞാനങ്ങനെ പറ്റി ചെയ്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ എനിക്കറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ വിമർശിക്കാൻ നിൽക്കണ്ട. അത് റബ്ബിനെല്ലാം അറിയില്ലേ. അള്ളാഹുവിനെ അറിയില്ലേ എല്ലാ സംഗതി. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.